നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന ഈ യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് അല്ലു രാമചന്ദ്രൻ എന്ന കുഞ്ചാക്കോ ബോബൻ ചിത്രത്തിന്റെ റിവ്യൂമായിട്ടാണ്. ചിത്രത്തിന്റെ റിവ്യൂ എന്ന് പറയുമ്പോൾ ചിത്രം എങ്ങനെയുണ്ട്, നല്ലതാണോ അതോ കൊള്ളില്ലോ എന്നുള്ള അഭിപ്രായം മാത്രം അന്വേഷിച്ച് വരുന്നവർക്ക് വേണ്ടി ചിത്രം നല്ലൊരു സിനിമയാണ്, നിങ്ങൾക്ക് ധൈര്യമായി ടിക്കറ്റ് എടുത്ത് കാണാം. നിങ്ങളൊരു കുഞ്ചാക്കോ ബോബൻ ആരാധനാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സിനിമകൾ എൻജോയ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചിത്രം ഇഷ്ടപ്പെടും. ഇനി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ആ ചിത്രത്തെ പറ്റി അറിയാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയാണ് ഇനിയുള്ള ബാക്കിയുള്ള വീഡിയോ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചിത്രം ടോട്ടാലിറ്റിയിൽ നല്ലൊരു സിനിമ തന്നെയാണെന്ന് നമുക്ക് പറയാം. ഞാൻ സത്യത്തിൽ ഈ ചിത്രം കാണാൻ വേണ്ടിയല്ല തിയേറ്ററിൽ പോയത്. ഞാൻ പോയത് പേരൻപ് എന്ന് പറയുന്ന ചിത്രം കാണാൻ വേണ്ടിയാണ്. പക്ഷെ ഞാൻ എൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ കാരണം ഞാൻ അവിടെ എത്താനായിട്ട് ഇത്തിരി വൈകിപ്പോയി. പേരൻപ് തുടങ്ങിയിരുന്നു, ചിത്രം തുടങ്ങിയിട്ട് 5 മിനിറ്റേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. എങ്കിൽ പോലും ആ ചിത്രം ഞാൻ പൂർണ്ണമായിട്ടും കാണാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് അതിനപ്പോൾ ടിക്കറ്റ് എടുക്കാതെ വൈകുന്നേരത്തേക്കുള്ള ടിക്കറ്റ് എടുത്തിട്ട് ഈ ചിത്രം കാണാൻ കയറുകയാണ് ഉണ്ടായത്. ചിത്രം കാണാൻ കയറി തിയേറ്ററിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യത്തിൽ ആദ്യം ഫീൽ ചെയ്ത ഒറ്റ വാക്കിൽ ആദ്യം ഫീൽ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ 5 മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ പോലും പേരൻപ് തന്നെ കാണാമായിരുന്നു എന്നാണ് ഞാൻ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ എനിക്ക് ആദ്യം ഫീൽ ചെയ്തത്. കാരണം ഒരു കോമഡി ചിത്രമാണ് എന്ന് നമ്മളെ ധരിപ്പിക്കാൻ വേണ്ടി കുറെ എന്തൊക്കെയോ കോമഡികളൊക്കെയാണ് ആദ്യമായിട്ട് യൂസ് ചെയ്തത്. ആദ്യത്തെ കുറച്ച് ഭാഗങ്ങളിൽ യൂസ് ചെയ്ത് ഒരിക്കലും ചിരി വന്നില്ലെന്ന് മാത്രമല്ല വലിയൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യാനുണ്ടായത്. കാരണം ഇതൊക്കെ നമ്മൾ എത്രയോ കൊല്ലങ്ങളായിട്ട് കേട്ടിരിക്കുന്ന അല്ലെങ്കിൽ കണ്ടിരിക്കുന്നതായിട്ടുള്ള രീതിയിലുള്ള കോമഡികളാണ് വന്നിരുന്നത്. ഒരു നിലവാരം എനിക്ക് ഫീൽ ചെയ്തില്ല. എന്നാൽ പയ്യെ പടം മുന്നോട്ട് പോകുന്നതനുസരിച്ചിട്ട് ചിത്രത്തിലേക്ക് എന്തൊക്കെയോ നമുക്ക് ഇഷ്ടപ്പെടാവുന്ന കുറേ സംഭവങ്ങളും കുറേ കഥാപാത്രങ്ങളൊക്കെ പയ്യെ വരികയും ചിത്രം നമ്മളെ അത്യാവശ്യം നല്ല രീതിയിലേക്ക് കൊണ്ടുവന്ന് ഒരു ഇന്റർവെല്ലിൽ നല്ലൊരു ട്വിസ്റ്റോട് കൂടി ചിത്രം നിർത്തുകയാണ് ഉണ്ടായത്. ഇനി ഈ അല്ലു രാമചന്ദ്രൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, അല്ലു എന്ന് പറയുന്നത് വണ്ടി പഞ്ചറാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അത് പലർക്കും അറിയില്ലായിരിക്കും എന്നുള്ള കരുതിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. നമ്മുടെ വണ്ടികൾ പഞ്ചറാക്കാൻ വേണ്ടി ആണി വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു സാധനത്തെയാണ് ഈ അല്ലു വയ്ക്കുക എന്ന് പറയുന്നത്. രാമചന്ദ്രൻ എന്ന് പറയുന്ന കുഞ്ചാക്കോൻ കഥാപാത്രം ഒരു പോലീസ് ഡ്രൈവറാണ്. ഇയാൾ എന്ന് പോലീസ് വണ്ടി എടുത്താലും ഇയാളുടെ വണ്ടി ആരെങ്കിലും അള്ളു വെച്ച് ടയർ പഞ്ചറാക്കും. ഇത് അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു വലിയൊരു പ്രശ്നമാണ്. പ്രശ്നത്തിലൂടെയാണ് ചിത്രത്തിന്റെ ആദ്യ ഹാഫ് കടന്നു പോകുന്നത്. ഇന്റർവെല്ലിനെ കൊണ്ടുപോയി നിർത്തുന്നത് ഈ അള്ളു വയ്ക്കുന്നത് ആരാണ് എന്ന് മനസ്സിലാക്കുന്നിടത്തുനിന്നാണ്. സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോൾ എന്നാൽ ആദ്യ ഹാഫിൽ നമ്മൾ കണ്ട ആ ഒരു നിർവികാരതയോട് കൂടിയല്ല നമ്മൾ ചിത്രം സെക്കൻഡ് ഹാഫിൽ കാണുന്നത്. കുഞ്ചാക്കോന്റെ ഇതുവരെയുള്ള സിനിമാ ജീവിതത്തിൽ അദ്ദേഹം വന്നിട്ട് ഇപ്പോൾ ഏതാണ്ട് 22 വർഷത്തോളമായെന്ന് തോന്നുന്നു. 97 മറ്റുമാണ് അനിത്യപ്രാവ് എത്തിയത്. അപ്പോൾ ഇത്രയും നീണ്ട ഒരു കരിയറിൽ അദ്ദേഹം ചെയ്ത ഏറ്റവും നല്ലൊരു മികച്ച കഥാപാത്രത്തെയാണ് നമ്മൾ സെക്കൻഡ് ഹാഫിൽ കുഞ്ചാക്കോവനിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഒരേ സമയം നായകനായിട്ടും നിസ്സഹായനായിട്ടുള്ള നായകനായിട്ടും നല്ല കരുത്തുള്ള ഒരു വില്ലനായിട്ടും നമുക്ക് ഫീൽ ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ കഥാപാത്രം ആ ടയറിൽ അള്ളു വെക്കുന്നവനോട് കാണിക്കുന്നത് ആരാണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം അതൊരു സസ്പെൻസ് ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പം നിങ്ങളത് കാണുമ്പോൾ മനസ്സിലാക്കിയാൽ മതി. ആ അള്ളു വെക്കുന്നവനോട് അദ്ദേഹം കാണിക്കുന്ന പ്രതികാരം ശരിക്കും നമ്മളെ വെറുപ്പിക്കും. കുഞ്ചാക്കോവൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ നമ്മൾ ശരിക്കും വെറുക്കുന്ന രീതിയിലേക്ക് ആക്കി മാറ്റുന്നു. അത് അങ്ങനെ ആക്കി മാറ്റാൻ കുഞ്ചാക്കോവന് സാധിച്ചു എന്നുണ്ടെങ്കിൽ അദ്ദേഹം ആ കഥാപാത്രത്തെ വിജയിപ്പിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. നല്ല രീതിയിൽ തന്നെ അദ്ദേഹം കൈകാര്യം ചെയ്തു. ഇത്രയും കാലത്തിനിടയിൽ അദ്ദേഹം സിഗരറ്റ് വലിക്കുന്നതും ദേഷ്യപ്പെടുന്നതും ഒരു നല്ലൊരു ആക്ഷൻ ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള സിനിമ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എനിക്കത് ആ കഥാപാത്രത്തെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ചിത്രം നല്ല രീതിയിൽ തന്നെ അവസാനിപ്പിക്കുകയും ചെയ്തു. നമ്മൾ അവസാനത്തേക്ക് എത്തുമ്പോൾ ഇത് കുഞ്ചാക്കോൻ വില്ലനായിട്ടാണോ ചിത്രത്തിലേക്ക് വരുന്നത് എന്നുള്ളൊരു തോന്നൽ വരെ നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിൽ അദ്ദേഹം ആ കഥാപാത്രം കൈകാര്യം ചെയ്തു എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും പടം മൊത്തത്തിൽ നോക്കുമ്പോൾ നല്ലൊരു സിനിമയായിട്ട് നമുക്ക് മനസ്സ് സംതൃപ്തിയോട് കൂടി ഇറങ്ങി വരാം. ഒരു മോശം സിനിമ കണ്ട ഒരു ഫീൽ ഉണ്ടാവില്ല. പിന്നെ ബേസിക്കായിട്ട് പറയേണ്ടത്, ഇതൊരിക്കലും മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ് മാത്രമുള്ളൊരു മാസ് സിനിമയായിട്ടൊന്നും കണക്കൂട്ടരുത്. കുഞ്ചാക്കോവൻ സിനിമകൾക്ക് ഉണ്ടാവുന്ന ഒരു അദ്ദേഹം കീപ്പ് ചെയ്യുന്ന ഒരു നിലവാരമുണ്ട്. ഒരു ശരാശരി അല്ലെങ്കിൽ ശരാശരിക്ക് മുകളിൽ എന്ന് പറയുന്ന ഒരു റേഞ്ച്. ആ റേഞ്ച് തന്നെയാണ് ഈ ചിത്രത്തിന്റെ ടോട്ടാലിറ്റിയിൽ പറയാനുള്ളൂ. എനിക്ക് ആദ്യ ഹാഫിൽ ഉപയോഗിച്ചിരുന്ന കോമഡി എനിക്ക് വലിയ ഒരു തൃപ്തി തന്നില്ല. എന്നാൽ സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോൾ കോമഡി കുറവാണെങ്കിലും ഉപയോഗിച്ച സംഭവങ്ങളൊക്കെ വലിയ തിരക്കേടില്ലാണ്ട് യൂസ് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് പടം തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇനി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സ്ഥിരമായിട്ട് അദ്ദേഹത്തിന്റെ സിനിമകൾ കാണാൻ കയറുന്ന ഫാമിലി ഓഡിയൻസിന് ചിത്രം എൻജോയ് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിനൊരു റേറ്റിംഗ് കൊടുക്കാൻ ഞാനൊരു ആഗ്രഹിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു കഥാപാത്രങ്ങളെ ഒരു പക്ഷേ എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റിയെന്ന് വരില്ല.
എങ്കിലും നല്ല സിനിമകളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് കാണാവുന്ന ഒരു സിനിമ. കുഞ്ചാക്കോ ബോബനിൽ നിന്നൊരു വെറൈറ്റി കഥാപാത്രം, അതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അദ്ദേഹം ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ നിന്ന് ഏറ്റവും മികച്ചത് എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രം അദ്ദേഹം ഇതിൽ ചെയ്യാൻ ശ്രമിച്ചു. അത് അദ്ദേഹം ഫലിപ്പിച്ചു എന്ന് തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും ഉറപ്പോട് കൂടി പറയാൻ സാധിക്കും. നല്ലൊരു സിനിമ. റേറ്റിംഗ് ഞാൻ കൊടുക്കുന്നില്ല, നിങ്ങൾ കണ്ടു നോക്കുക, ധൈര്യമായിട്ട് കണ്ടോളൂ, എൻജോയ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ പേരൻപ് എന്ന ചിത്രത്തിന്റെ റിവ്യൂ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ കാണാൻ ഇരിക്കുന്നത് 6:30-ക്കുള്ള ഷോയാണ്. എന്തായാലും അതിന്റെ റിവ്യൂ ഇടുന്നതിൽ ഇനി വലിയ അർത്ഥം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. എന്നാലും ഞാൻ ആ ചിത്രത്തിന്റെ അഭിപ്രായം നിങ്ങളോട് പറയുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.